ജാസ്മിനോട് ആ പയ്യനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നും ജാസ്മിനെ എന്തോ വളയ്ക്കണം. ഈ പുള്ളിക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ പറയുന്ന വ്യക്തിയെ മാത്രം ഈവൻ ഈ ഒരു നിമിഷം വരെ ഞാനൊരു ഹായ് ബായ് പോലും ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഞാൻ ഇത്രയും വെറുത്തൊരു മനുഷ്യനില്ല. ഞാൻ ഈ പയ്യനോട് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിന് താല്പര്യമുണ്ടോ. ജാസ്മിനെ പോസിറ്റീവ് പറഞ്ഞാൽ തള്ളയ്ക്കും തന്തയ്ക്കും മുത്തിക്കും വലിയ ഉറപ്പാ. നെഗറ്റീവ് ആയപ്പോ ആ വ്യൂവർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാണോ അയാളുടെ യൂട്യൂബ്? എന്നെ കൊണ്ട് ഒരു പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എത്ര ശ്രമിച്ചാലും എനിക്കത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചഭാവം സ്ത്രീയാണ് എൻ്റെ ഉമ്മയൊക്കെ. അപ്പൊ അവർക്കൊന്നും ഇതൊന്നും അത്രയും ഹാൻഡിൽ ചെയ്യാനുള്ള കരുത്തോ അതൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ ഉമ്മയൊക്കെ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ അത്ത തന്നെ പോയി ചാവട്ടെ എന്നുള്ളൊരു സാധനം വരുന്നു. അല്ലെങ്കിൽ കുറെ എൻ്റെ അത്ത പറയുന്നു. ഞാൻ അകത്ത് വെച്ച് വിചാരിച്ചു എന്തോ അല്ല പഠിച്ചനെ പുറത്തിറങ്ങുമ്പോ എന്നെ തീപ്പന്തമായിട്ട് കത്തിക്കാൻ ആളെ വെക്കുന്നു, വെട്ടിക്കീറ ആളെ വെക്കുന്നത് ഞാൻ വിചാരിച്ചു. എന്ത് ജിൻഡോ ബ്രോ ചെയ്താലും അതിനെ ഒരു ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു മാസം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതൊരു ഫൺ എന്നുള്ള രീതിയിലോ പോത്തുള്ളൂ എന്നുള്ളൊരു സാധനം അവിടെ എന്തായി. ശ്രീധുവിനോട് തന്നെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ അർത്ഥങ്ങളാണ്. നീ ഉദ്ദേശിച്ച ക്രഷ് എന്താ? അതായത് ഞാൻ ഉദ്ദേശിച്ച ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അറിയാത്ത നിനക്ക് മനസ്സിലാവാതെ അയാളുടെ ഉള്ളിലുള്ളതാണ്. ശരിക്കും പിയർ വർക്ക് ഉണ്ടായിരുന്നു ജാസ്മിൻ. അപ്പൊ അതെന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ലാസ്റ്റ് എൻ്റെ അത്ത അവിടെ വന്ന് മണ്ണെണ്ണ ഒഴിക്കാൻ തീ കത്തിക്കാൻ ഇങ്ങനൊക്കെ ഇവരുടെ മൈൻഡ് പോയി. എന്താണ് ഇത്രയും വൾഗറായിട്ട് കണ്ടത്? എൻ്റെ കുഞ്ഞ് അനിയൻ അയച്ചു കൊടുക്കും ഈ വീഡിയോസ് ഇരുന്ന്. ഈ പറയുന്ന ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഈ പയ്യനിരുന്ന് ഈ കൊച്ചു ചെറുക്കൻ അയച്ചു കൊടുക്കും. ഈ കുറെ BGM കുത്തിക്കയറ്റി അതും കുത്തിക്കയറ്റി അത് കണ്ടു നോക്കണം ഇത് കണ്ടു നോക്കണം എന്ന് പറഞ്ഞ് സൈക്കോ ആണോ എന്തോ എനിക്കറിയാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു മകളെന്ന രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്നത് അപമാനം ഉണ്ടാക്കുന്നതാണല്ലോ നമുക്ക് വിഷമം വരുന്നത്. അവരെ അത്രയും സ്ട്രഗിൾ ചെയ്യിപ്പിച്ചത് അറിഞ്ഞോ അറിയാതോ ഞാനാണ്. ഇപ്പം ജാസ്മിന്റെ ഇന്ന സാധനമാണ് അവിടെ അത്രയും മോശമായിട്ട് ഞങ്ങൾ കണ്ടെന്ന് പറയാൻ എന്തെങ്കിലും അത്രയും കണ്ടിട്ടുണ്ടോ? ജാസ്മിന്റെ സാരി തുമ്പിൽ നടക്കുന്ന ഗബ്രി, ഇതാണ് ചിത്രീകരണം വന്നത്. ഇത് അകത്തുനിന്ന് വന്ന ചിത്രീകരണമാണ്. അവൻ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇങ്ങനെ ചൊറണ്ടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ടെൻഷൻ കൂടുമ്പോഴേ ഇവൻ ഈ സാധനം ചെയ്യുന്നത്. എനിക്കും ടെൻഷൻ കൂടുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇവന്റെ കൈ പിടിച്ചിട്ട് ഞാൻ പോട്ടെ ഇതിനകത്തൊരു BGM ഇറക്കും. എന്നിട്ട് കണ്ടോ അവന്റെ ഇമാതിരിയുള്ള ലസ്റ്റിന് കൂട്ട് നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഈ ഇന്നർവെയർ എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ ഡ്രസ്സിന് അകത്ത് വെച്ചിരുന്ന സാധനമാണ്. ഇത് പുള്ളി എടുക്കുന്നതാണ്. ഒരു വട്ടം ഋഷി ഇങ്ങനെ ചപ്പാത്തിയിൽ ഇങ്ങനെ തുമ്മുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഇവൻ തന്നെ ഒരു എന്തോ മുഖം എന്തോ തുടച്ചിട്ടൊരു ടിഷ്യൂ വെച്ച് പാത്രം തുടങ്ങിയ സാധനമൊക്കെ ഞാൻ റീലായിട്ട് കണ്ടതാണ് കേട്ടോ. ഇതൊക്കെ എത്ര ചർച്ച ചെയ്യപ്പെട്ടു. ഇതൊരു ആണായിരുന്നു ചെയ്തെങ്കിലോ മാസ് BGM കേൾക്കണോ? ഗബ്രി എന്നുള്ള കണ്ടന്റ് മാറ്റി നിർത്തി ജാസ്മിൻ എന്നുള്ള വ്യക്തി അവിടെ കളിച്ചത് വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ സംസാരിച്ച രീതി വെച്ചിട്ട് റിയാക്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരാണായിരുന്നെങ്കിൽ എത്രത്തോളം കയ്യടി കിട്ടിയെന്ന് നിങ്ങൾ പറയും. ഇപ്പം ജിൻഡോ, അർജുൻ, ടോപ്പ് വൈബ്സ്, പിന്നെ ശ്രീധു ഇവർ വിലയിരുത്തുമ്പോഴും പിന്നെ കുറേ പേര് ആദ്യം മുതൽ ഭയങ്കര ഷോ ഓഫ് ആയിരുന്ന റോക്കി, രതീഷ്, ഇങ്ങനെ ഒരുപാട് പേരൊക്കെ പുറത്തു പോയി. ശരിക്കും ഒരു ഫൈനൽ 5 നിങ്ങൾ ആദ്യം സങ്കല്പിച്ചിരുന്നത് രണ്ടുപേരും ആദ്യം സങ്കല്പിച്ചിരുന്നവരും പിന്നെ ഫൈനൽ 5 എന്തായിരുന്നു മനസ്സിൽ? ഫസ്റ്റ് വെച്ച് നമുക്ക് ഒരാളെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ആരെയും അളക്കാൻ പറ്റില്ല. ഇപ്പം ആദ്യത്തെ ഒരാഴ്ച നിന്നതിൽ നിന്നും ഒരുപാട് ഗ്രാഫ് ഉയർന്നവരും ഉണ്ട്, ഒരുപാട് ഗ്രാഫ് താഴ്ന്നവരും ഉണ്ട്. പിന്നെ നമുക്ക് അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നവരായിരിക്കില്ല പുറത്ത് വൻ സപ്പോർട്ടുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ വൈൽഡ് കാർഡ് വരുന്നത് വരെ ഇപ്പം ജിൻഡോ ബ്രോയ്ക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടെന്ന് അവിടെ ഉള്ള ആർക്കും അറിയില്ല. ഇപ്പം ജിൻഡോ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം അത്രയും നാള് എപ്പിസോഡിനകത്തൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും നാള് ജിൻഡോ ബ്രോയെ ഒരു വെറുതെ എന്ന് മുദ്ര കുത്തി അല്ലെങ്കിൽ അങ്ങനെ വിട്ടിരുന്നവരുണ്ട്. ആ സമയത്തൊക്കെ ജിൻഡോ ബ്രോ അടുത്ത് മിണ്ടുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പോയി പറയുന്നതും എൻ്റെ കണ്ണിൽ ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. അതിനെനിക്ക് അവിടുന്ന് കേട്ടിട്ടുമുണ്ട്. അങ്ങനെ ആയിരുന്നു പുള്ളി. കുറെ ഇതൊക്കെ ആയിട്ട് എന്തോ അമ്മയുടെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ഉറങ്ങിയൊക്കെ പോയി. അപ്പൊ അപ്പോഴൊക്കെ ഞാൻ പോയി അടുത്തിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഒരു ഹിന്റ് കിട്ടി. ഓൾറെഡി ഇപ്പൊ എനിക്കും ഗബ്രിക്കും എതിരാണ് അവര്. അതിനുശേഷം ഇവർക്കൊരു ഹിന്റും കൂടെ ആയപ്പോൾ അത്രയും കൂടെ എതിരായി നമുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മളെ തകർക്കുകയാണെങ്കിൽ നമുക്ക് എതിരെ നിൽക്കുവാണെങ്കിൽ പുറത്തൊരു ഹ്യൂജ് സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ ആർക്കുണ്ട്, വൈൽഡ് കാർഡ് എൻട്രികൾക്കും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ വന്ന കണ്ടസ്റ്റൻസിനും ഈ ഐഡിയ ഇവർ കൊടുത്തു കഴിഞ്ഞു. മനഃപൂർവ്വമോ അല്ലാതെയോ ഇവർ ഈ ഒരു സാധനം അവിടെ ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ജിൻഡോ ബ്രോയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ജിൻഡോ ബ്രോയുടെ എന്ത് ജിൻഡോ ബ്രോ ചെയ്താലും അതിനെ ഒരു ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു മാസം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതൊരു ഫൺ എന്നുള്ള രീതിയിലോ പോത്തുള്ളൂ എന്നുള്ളൊരു സാധനം അവിടെ എന്തായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ ആൾക്കാരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു.
അപ്പം ഈ ഒരു സാധനം കഴിഞ്ഞപ്പോൾ എന്താ ഈ പറയുന്ന ജിൻഡോ ബ്രോയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ അറിയണം. അതുവരെ നമുക്കറിയില്ല ജിൻഡോ ബ്രോയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്ന്. അത് ബേസ് പിന്നെ ഓരോരുത്തരുടെ സ്വഭാവം മാറാൻ തുടങ്ങി, ക്യാരക്ടർ മാറാൻ തുടങ്ങി, അത് മാറാൻ തുടങ്ങി, ഇത് മാറാൻ തുടങ്ങി. ഇപ്പൊ ഫസ്റ്റ് വീക്കിൽ നമ്മൾ കണ്ട ആൾക്കാരെ അല്ല 14ാമത്തെ ആഴ്ചയിൽ നമ്മൾ കണ്ട ആൾക്കാർ. ഗ്രാഫ് കൂടിയും കുറഞ്ഞു വരുന്നു. നമുക്ക് അത് വെച്ചിട്ട് ഇപ്പം ഞാൻ ആദ്യ ആഴ്ചയിൽ ഇന്ന ആൾക്കാരെയാണ് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ കാര്യമില്ല, പ്രസക്തിയില്ല ഇതിന്. എൻ്റെ സങ്കല്പത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് 5 വരാൻ ചാൻസ് ഉള്ളത് ഒന്ന് ജാസ്മിൻ, അപ്സര, ഗബ്രി, അർജുൻ. ജിൻഡോയുടെ ഫസ്റ്റ് ടൈമിൽ എനിക്ക് തോന്നിയിട്ടില്ല, കാരണം അത്ര മീൻസ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സിജോ, ഇത്ര പേരായിരിക്കും ഫസ്റ്റ് 5 വരിക എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മളിങ്ങനെ ഓരോ വീക്ക് കഴിയുമ്പോഴും ചില ആൾക്കാരുടെ പെർഫോമൻസ് കാണുമ്പോൾ ചില ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാതെ ഔട്ടായി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ഔട്ടാവും എന്ന് വിചാരിച്ച ആൾക്കാർ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ എന്താണ് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. ആരൊക്കെ നിൽക്കും, ആരൊക്കെ പോകും. വേറെ ആദ്യ ആഴ്ച നമ്മുടെ നോറ നിന്നതുപോലെയല്ല ഒരു പകുതി എത്തിയപ്പോൾ നോറ. ആദ്യത്തെ ആഴ്ച നോറ ഭയങ്കര കാമായിട്ട്, അല്ലെങ്കിൽ എന്താ ഏതാന്ന് മനസ്സിലാവാത്ത ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളായിരുന്നു നോറ. അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, അറിയില്ല എന്താണ് സത്യം എന്നുള്ളത്. അപ്പം അങ്ങനെ ആയിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ നോറയുടെ ഗ്രാഫ് ഭയങ്കരമായിട്ട് പൊങ്ങി, വീടിനകത്തും പൊങ്ങി, പുറത്തും പൊങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭയങ്കരമായിട്ട് നോറ ഭയങ്കര ഇതായി. അപ്പം നമ്മൾ ആദ്യ ആഴ്ച നമ്മൾ നോറ ടോപ്പ് 5 വരുമെന്ന് വിചാരിച്ചെങ്കിൽ ഒരു പരിധി എത്തിയപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു നോറ ഇപ്പം സൂപ്പർ ഫാസ്റ്റ് വിട്ടണക്കാണ് പോകുന്നത്, നോറ ടോപ്പ് 5 എത്താൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് അപ്പം ചിന്തിച്ചു തുടങ്ങി. അപ്പൊ നമുക്കത് തമ്മിൽ പറയാൻ പറ്റില്ല ഇന്നതെന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ടോപ്പ് 5 ഇത്ര പേര് വേണം, ഇവരൊക്കെ ഡിസേർവിംഗ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം മുതലുള്ള കുറച്ച് പേരുണ്ടല്ലോ, റോക്കി, രതീഷ്, അങ്ങനെയൊക്കെ പുറത്തായി പോയവർ. ഇപ്പോൾ സിജോ തന്നെ ഇടയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഒന്ന് മങ്ങിപ്പോയത്. ഇല്ലെങ്കിൽ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ആരൊക്കെ പേരാണ് നിങ്ങൾ പറയാൻ സാധ്യതയുള്ളത്? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം ഞാൻ പറഞ്ഞുതരാം. ആദ്യമൊക്കെ നമ്മൾ അവിടെ ഗെയിം കളിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റോക്കി. അതിപ്പം എന്ത് ഷെയ്ഡോ ആയിക്കോട്ടെ, റോക്കി അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച ജിൻഡോക്കാക്ക അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. രതീഷാക്ക എന്ത് ഷെയ്ഡോ ആയിക്കോട്ടെ, പുള്ളി എത്ര ഇത് ഇറിറ്റേറ്റിംഗ് ആയിക്കോട്ടെ, അൺവാണ്ടഡ് ആയിട്ടുള്ള സീനുകളായിക്കോട്ടെ, പക്ഷെ നമുക്ക് തന്നെ തോന്നി തുടങ്ങി ചേട്ടാ ഇതാണോ ഗെയിം. അങ്ങനെ നമ്മളെ പുള്ളി ഇതാക്കി തുടങ്ങി, കുഴപ്പിക്കാൻ തുടങ്ങി. അപ്പം രതീഷാക്ക് അവിടെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്യുന്ന ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, പക്ഷെ പുള്ളി അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. സിജോ അവിടെ സൈലന്റ് ആയി നിന്ന് നല്ല മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിജോ അത് എന്താ പറയാ, നമുക്കിപ്പോൾ അതിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്താ മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ പറയുമെങ്കിലും ഇപ്പം നമ്മൾ ഗെയിമിന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പറയാം അതൊരു കഴിവാണ്, അതൊരു ഗെയിമാണ്. നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരാളെ നമുക്ക് ഇന്നത് ഇപ്പം ഇവള് ചിന്തിച്ചിരിക്കുന്ന സാധനത്തെ ഇവളെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു സാധനം ചിന്തിപ്പിക്കുക എന്നുള്ളത് അവിടുത്തെ എന്റെ ഗെയിമാണ്, അവരുടെ മിടുക്കാണ്. അപ്പം സിജോയെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഗബ്രി എനിക്ക് തോന്നിയിട്ടുണ്ട്, അപ്സരേച്ചി എനിക്ക് തോന്നിയിട്ടുണ്ട്, അർജുനൊന്നും ആദ്യത്തെ ആഴ്ച എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചധികം ആൾക്കാരുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല, കുറച്ച് പേര് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്സരേച്ചിയൊക്കെ ആദ്യത്തെ ആഴ്ച തൊട്ടേ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പെൺപിള്ളേരിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ആദ്യത്തെ ആഴ്ചയിലൊക്കെ ഗെയിം കളിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്സര എന്നെ തന്നെ പറയുന്നത് ശരിയല്ല, എന്നാലും ഞാൻ പിന്നെ റസ്മിൻ ഒരു പരിധി കഴിഞ്ഞപ്പം റസ്മിനും പൊട്ടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ പേര് ഭയങ്കര സൈലന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് അവിടെ ആക്ട് ചെയ്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താ പറയാ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് വെളിപ്പെടുത്തുള്ളൂ. ആ വെളിപ്പെടുന്ന സാധനം പുറത്തു പോയില്ലെങ്കിൽ നമുക്ക് ആക്ട് ചെയ്ത് തന്നെ അവിടെ നിൽക്കാം. റസ്മിന്റെ അഭിപ്രായം കൂടെ പറയും. ഇല്ല, എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇത്ര ആൾക്കാർ ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ എനിക്ക് നോറ, ഗബ്രീനെ ഞാൻ പറഞ്ഞില്ലേ, ഗബ്രി, പിന്നെ ആരാണ് ഇപ്പോൾ രതീഷ് ചേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മീൻസ് നല്ലപോലെ പുള്ളി പോയിരുന്നെങ്കിൽ എന്തായാലും വരുമായിരുന്നു. പുള്ളി ആദ്യം കുറച്ചൊന്ന് അത്രയും ആദ്യം കയറി കത്ത, പുള്ളി ആദ്യം കത്തിയത് ഈ അവസാനം കത്തിയിരുന്നെങ്കിൽ പുള്ളി കയറിപ്പോയാണ്. ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര ഒരു നെഗറ്റീവ് സാധനമാണ് എല്ലാവർക്കും തന്നിട്ട് പോയത്. അപ്പൊ പുള്ളി പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആശ്വാസമായിരുന്നു. സീരിയസ്ലി ഭയങ്കര ആശ്വാസം. നെഗറ്റീവില് പ്രശ്നമില്ല കേട്ടോ, നമ്മൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ആൾക്കാർക്ക് ഇഷ്ടമാണ് ഒരാളുടെ ഈ നെഗറ്റീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സിനിമയ്ക്കാണെങ്കിലും നമ്മളെല്ലാം നമുക്ക് കാണാൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ പുള്ളിയുടെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര എന്താ, നമ്മൾ കണ്ടിരിക്കുമ്പോൾ നമുക്ക്
ഇങ്ങനൊരു സാധനം ഇത് വേണ്ട, ഈ പുള്ളി വേണ്ട എന്നുള്ളൊരു സാധനം പുള്ളി അവിടെ ബിൽഡ് ചെയ്തു. അത് എന്താ പുള്ളി കണ്ടന്റ് മേക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷെ ആ ഒരു സാധനം വന്നോണ്ടാണ് പുള്ളിയൊക്കെ നിന്ന് പോയേനെ. പറ്റിയിട്ടില്ല, ലൈവ് കണ്ടവരൊക്കെ പറഞ്ഞു. ലൈവല്ല എപ്പിസോഡിലും അത് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്തത്. അതേ ആഴ്ചയിൽ പുള്ളി തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഔട്ടാവുന്നത് വരെ ശബ്ദമായിരുന്നു. ജാസ്മിൻ യഥാർത്ഥത്തിൽ എന്താണ് ആക്ച്വലി? ബിഗ് ബോസ് ഒക്കെ പെടൂ, ജാസ്മിൻ അല്ലാതെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ജാസ്മിൻ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. അതായത് ആ ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ എന്താണോ കണ്ട് ആ ജാസ്മിൻ തന്നെയാണ് പുറത്ത്. ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് ഫിനാലെ കഴിഞ്ഞ് 1 വീക്ക് ത്രൂ ഔട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ കണ്ട ജാസ്മിനും എൻ്റെ അകത്ത് കണ്ട ജാസ്മിനും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുന്നത്, ഇപ്പോൾ ഈവൻ വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടുന്നതാണെങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നതാണ്, എല്ലാം അതിൻ്റെ അകത്ത് എങ്ങനെയാണോ അത് തന്നെയാണ് ജാസ്മിൻ. ഒന്നും വ്യത്യസ്തമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അവളുടെ സ്വഭാവമാണെങ്കിലും മൂക്കിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും സെയിം. എല്ലാവരുമായിട്ട് ജാസ്മിന് മാത്രമല്ലല്ലോ, എല്ലാവരുമായിട്ട് കോണ്ടാക്ട് വെക്കുന്നില്ലേ? ഇടയ്ക്ക് ശ്രീധുവിനോട് തന്നെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇഷ്ടമല്ല, ക്രഷ്. വേറെ അർത്ഥങ്ങളാണ്. ക്രഷ് അങ്ങ് പോവുമല്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോൾ ക്രഷ് പോവും, അങ്ങനെയല്ലേ ക്രഷ് വാക്കിന്റെ അർത്ഥം? പോയി. നീ ഉദ്ദേശിച്ച ക്രഷ് എന്താ? അതായത് ഞാൻ ഉദ്ദേശിച്ച ക്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരാളെ കാണുമ്പോൾ ഒരു ഭംഗി, അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാൻ തോന്നുന്ന അങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഇല്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ ശ്രീധുവിനോട് ഒരു ക്രഷ് എന്നുള്ളത്. ഇവൾ ക്രഷ് എന്നുള്ള മീനിങ്ങിന്റെ വാക്ക് മനസ്സിലാക്കേണ്ട പ്രശ്നമാണ്. പിന്നെ നമുക്കൊരു വാക്കിന് നമുക്ക് വളച്ചൊടിക്കാമല്ലോ. ഇത് ഇപ്പം ഇവള് ശ്രീധുവിനോട്, റസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ശ്രീധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് ക്രഷ് എന്ന് പറഞ്ഞ അതിനാണ് ഇവക്ക് നെഗറ്റീവ് വന്നത്. നമുക്ക് സോ വാട്ട് എന്ന് പറയുന്നത് ഇവളെ ആ ഒരു ഇതാണെങ്കിൽ പ്രശ്നമില്ല. ചുമ്മാ നമ്മളെ ഇങ്ങനെ പറയാൻ വേണ്ടി പറയുമല്ലോ, ഇത് കണ്ടോ എന്ന് അങ്ങനെ പറയണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ സോ വാട്ട് അതൊരു ഒരു കുഴപ്പമില്ല. പക്ഷെ ശരിക്കും എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അൺവാണ്ടഡ് അല്ലായിരുന്നോ? വാണ്ടഡായിരുന്നു അത്? നിനക്ക് അറിയാത്ത, നിനക്ക് മനസ്സിലാവാതെ അത് അയാളുടെ ഉള്ളിലുള്ളതാണ്. നമുക്ക് എന്തൊക്കെയോ ഇപ്പൊ നീ നിന്റെ എന്തൊക്കെയാണോ ഫീൽ ചെയ്തത് എല്ലാം അത്ര തന്നെ ഉള്ളു. അതായത് നമ്മളിപ്പോ അങ്ങനെ പറയുന്നോണ്ട് അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുന്ന? എന്താ അവിടെ പ്രശ്നമല്ല, ബാക്കി സൊസൈറ്റിക്ക് പ്രശ്നം ഉണ്ടാവും. അതാ പറഞ്ഞേ, ഒരു വാക്കിനെ വളച്ചൊടിക്കുന്ന സാധനമാണ് ഇവള് ഉദ്ദേശിച്ച. ജാസ്മിൻ അല്ല, പുറത്തുള്ളവർ വളച്ചൊടിച്ചു അത് പല രീതിയിൽ പോകും. പക്ഷെ ഉള്ളിൽ അങ്ങനെ തോന്നിയാൽ അത് പറയുന്നിടത്താണ് അയാളുടെ ജെന്യൂനിറ്റി എന്ന് പറയുന്നത്. അത് ആ വാക്കിന്റെ പ്രശ്നമാണ്. ആ വാക്ക് അങ്ങനെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, അവള് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ വളച്ചൊടിച്ച രീതി, അതിന്റെ ആവശ്യം വരുന്നില്ല. എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു. അത് അവൾക്ക് അവിടെ അതവള് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതുകൊണ്ടല്ലേ ഞാനിപ്പോ പറയണേ, അവക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലടി, അത് ആൾക്കാർ വളച്ചൊടിച്ചു എന്ന് അവൾ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത്. അത് ആൾക്കാർ വളച്ചൊടിക്കുന്ന ഒരു വാക്കിനെ വളച്ചൊടിക്കുന്ന ഒരു സെൻസ് ആണ് ഞാൻ പറഞ്ഞത്. റസ്മിൻ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ ജാസ്മിന് PR വർക്ക് ഇല്ല എന്നുള്ളതായിരുന്നു ജാസ്മിൻ പറഞ്ഞിരുന്നത്. പക്ഷെ റസ്മിൻ ഒരു വീഡിയോയിൽ പറയുന്നതായിട്ട് PR വർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതായിട്ട് കേട്ടു. ശരിക്കും PR വർക്ക് ഉണ്ടായിരുന്നോ ജാസ്മിൻ? ഇല്ല, അതെന്റെ തെറ്റിദ്ധാരണയായിരുന്നു. കാരണം ഞാൻ ഇറങ്ങിയിട്ട് അധികം ഈ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എപ്പിസോഡ്സ് ഒന്നും ഇരുന്ന് കണ്ടിട്ടില്ല. പക്ഷെ പല ആൾക്കാരും നമുക്ക് പറഞ്ഞു തരുന്ന കുറെ അറിവുകൾ വെച്ചിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ജിൻഡോക്കുള്ള PR വർക്ക് ആണെങ്കിലും വേറെ പല കണ്ടസ്റ്റൻസിന്റെ PR വർക്കിന്റെ കാര്യം, അതുപോലെ തന്നെ ജാസ്മിനും PR വർക്ക് ഉണ്ടെന്നുള്ളത് എന്റെ ഫ്രണ്ട്സ് വഴി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ജാസ്മിന് ഭയങ്കരമായിട്ട് ഞാൻ ഇറങ്ങുന്ന ടൈമാണ്. അപ്പൊ ഇറങ്ങുമ്പോൾ നമുക്ക് അതിന്റെ അകത്തുള്ള വിവരം വെച്ചിട്ട് ബാക്കിയുള്ളവർ പറയുന്ന ജാസ്മിന് പറ്റ നെഗറ്റീവ് അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് റീൽസ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ജാസ്മിനെ പ്രൊജക്ട് ചെയ്തിട്ടാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആൾക്കാരെല്ലാം പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് ജാസ്മിന് PR വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ജിൻഡോന്റെ PR വർക്കിന്റെ ആരൊക്കെ ചോദിച്ചപ്പോൾ ജാസ്മിനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ജാസ്മിന് ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ ജാസ്മിൻ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് ഞാൻ കുറെ മനസ്സിലാക്കിയത്. ജാസ്മിന്റെ ഫാൻസ് ആർമി പേജിലുള്ള ആൾക്കാരാണെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം ജാസ്മിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അവരിവിടെ വന്ന് ഒരു ഗൂഗിൾ മീറ്റും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ ഇത്രയും അധികം ആൾക്കാർ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ആൾക്കാർ ആ ഗൂഗിൾ മീറ്റിൽ ജാസ്മിനോട് സംസാരിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. അതിൽ ഉമ്മമാരുണ്ട്, കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറെ കുട്ടികളുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ അറിയാതെ പറഞ്ഞു പോയല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അത് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് ഇതാ പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് എന്താണോ പറഞ്ഞു തരുന്നത് അതൊന്നും ഇരുന്ന് അല്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അവർ ചോദിക്കുമ്പോൾ എനിക്ക് അത് ക്ലിയർ ആയിട്ട് അറിയില്ല എന്ന് പറയണമായിരുന്നു. പക്ഷെ ഞാൻ കേട്ടത് വെച്ചപ്പോൾ ഞാനും മനസ്സിലാക്കി. കാരണം ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇത്ര പ്രൊജക്ട് ചെയ്ത് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു PR വർക്ക് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. കാരണം ജിൻഡോ ബ്രോന്റെ ഒക്കെ കാണുമ്പോൾ അതുപോലെ ഞാൻ കമ്പയർ ചെയ്തു.
അപ്പൊ അതെന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയ അതും ഞങ്ങള് പറഞ്ഞു കോംപ്ലിമെന്റ് അല്ല ഞാനത് എടുത്തോലല്ലോ ഇവളിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അല്ല അത് ഞാനത് പറഞ്ഞതിന് ശേഷം ഇവള് വന്നപ്പോ ഞാൻ ഇടി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ പറഞ്ഞേ, പിന്നെ എന്തുണ്ടെങ്കിലും പറയും, പറഞ്ഞ് അതങ്ങനെ പറഞ്ഞു തീർന്നു. പറഞ്ഞു തീർത്തേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ PR വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് കൊടുത്ത് മാത്രമുള്ള PR വർക്ക് എന്നല്ല, നമ്മളെ സ്നേഹിക്കുന്ന അതും ആക്ച്വലി എന്താണ് PR. ഇപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് പേരെ ഇതാക്കിയിട്ടാ പോകുന്നത്. ഇപ്പൊ ഞാൻ ഇവരുടെ താരത്തെ എന്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഞാൻ പോവാൻ നേരത്തെ ഫാൻ പേജ് ഒക്കെ തുടങ്ങണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നവര് അവിടെ അപ്പം അത് നമ്മൾ പറയുമല്ലോ. പിന്നെ നമ്മളെ സ്നേഹിക്കുന്നവര് ആക്ച്വലി എനിക്ക് സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്, കുറെ PR വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ അവർ നമ്മളോട് തുറന്ന് അവർ തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ജിൻഡോ കാക്കയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളി PR വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് കാണുമ്പോൾ ഒബ്വിയസ്ലി പുറത്ത് നിൽക്കുന്ന ഒരാൾ ചിന്തിക്കും, കണ്ടു ഇവർക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ടാണ് എന്താണ് ഇത്രയും ഈ കാര്യങ്ങൾ വരുന്നത്, അപ്പൊ ഈ കൊച്ചിനും PR വർക്ക് കാണുമെന്ന് ചിന്തിക്കും. നമ്മൾ ഒരു പോലും മുടക്കിയിട്ടില്ലെന്ന് നമുക്കേ അറിയത്തുള്ളൂ. മുടക്കാം ഒന്നാമത്തെ കാര്യം കാശില്ല, വേറെ സത്യം. പക്ഷെ അത്ര ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനുണ്ട് എന്നുള്ളത് എന്താ നമ്മളെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം ഞാൻ അകത്ത് വെച്ച് വിചാരിച്ച എന്തോ ഉള്ള പഠിച്ചനെ പുറത്തിറങ്ങുമ്പോ എന്നെ തീപ്പന്തമായിട്ട് കത്തിക്കാൻ ആളെ വെക്കുന്നു, വെട്ടിക്കീറ ആളെ വെക്കുന്നത് ഞാൻ വിചാരിച്ചു. അപ്പൊ പുറത്തിറങ്ങുമ്പോ ഞാൻ ഫോൺ എടുക്കുമ്പോഴേ നെഗറ്റീവ് ഒരു സൈഡ്, പക്ഷെ ഞാൻ കാണുന്ന റീൽസ് ആണെങ്കിലും ഇതാണെങ്കിലും മൊത്തം കുറെ എന്ന് പറഞ്ഞാൽ ഞാൻ പോലും ചിന്തിക്കാത്ത സാധനങ്ങളിൽ കുറെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഇടുന്നതാ. അപ്പം പുറത്തുനിന്ന് ചിന്ത വരാം, അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ഇവള് പറഞ്ഞതിലായാലും അവള് ചിന്തിച്ചിട്ടുള്ള തെറ്റൊന്നുമില്ല. റസ്മിൻ അപ്പൊ ഓക്കെ, നമ്മളോട് ജോയിൻ ചെയ്തതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാണണം. PR വർക്ക് ശരിക്കും ഉണ്ടെങ്കിലേ ചിലത് കയറി വരാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ. വ്ളോഗ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലും യൂട്യൂബിനെ കുറിച്ച് ധാരണയുള്ള ഒരാളാണ് ജാസ്മിൻ. എന്നിട്ടും ഈ പറയുന്ന രീതിയിൽ ഒരു PR വർക്ക് കണ്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു വർക്ക് ആദ്യഘട്ടത്തിൽ ഈ പയ്യൻ്റെ വ്ളോഗിലൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരുന്നു വന്നിരുന്നത്. പക്ഷെ അത് പതിയെ നെഗറ്റീവായി തുടങ്ങുന്നുണ്ടായിരുന്നു. അത് ഈ പറയുന്ന ഇയാൾ എന്തുകൊണ്ടായിരിക്കും ഇത് നെഗറ്റീവാക്കി മാറ്റിയത്? എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയുന്നതാണ്, എനിക്കറിയില്ല. ഈ പറയുന്ന പയ്യൻ 2-3 പേര് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാണ് കേട്ടോ, 2-3 പേര് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞാണ്. ഞാൻ ഈ പയ്യനോട് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിന് താല്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എന്നും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നും ഇങ്ങനെ പറഞ്ഞു എന്നും, പിന്നെ ഈ പയ്യൻ തന്നെ വേറെ കുറച്ച് ആൾക്കാരെടുത്ത് ജാസ്മിനോട് ആ പയ്യനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നും, ജാസ്മിനെ എന്തോ വളയ്ക്കണം, അല്ലെങ്കിൽ ജാസ്മിൻ എന്നോ ഞാൻ ആ പയ്യനോട് എന്നോ ഒരു വട്ടം പറഞ്ഞത് നിനക്ക് ഫോളോവേഴ്സ് കുറവാണല്ലോടാന്ന്. എൻ്റെ അമ്മച്ചിയാണ്, എനിക്ക് ഓർമ്മ കൂടിയില്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട്. ഞാൻ എന്തായാലും അങ്ങനെ ഞാൻ അങ്ങനെ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഈ പയ്യൻ്റെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്നോടുള്ള പ്രതികാരം ചെയ്യണം എന്നുമുള്ള രീതിയിൽ ഈ പയ്യൻ 2-3 യൂട്യൂബേഴ്സിനോടും കുറച്ച് വ്ളോഗേഴ്സിനോടും നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരോടും പറഞ്ഞതായിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ഇപ്പം ഈ പറയുന്ന ഈ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഈ ലോക ചരിത്രം ഞാൻ ജനിച്ച അന്ന് തൊട്ടുള്ള എന്താ പറയുന്നത് എൻ്റെ പള്ളയുടുപ്പ് തൊട്ട് തപ്പിപ്പിടിച്ചു വന്ന ആൾക്കാരുണ്ട്. ജാസ്മിൻ ഇന്ന വർഷമാണ് ജനിച്ചത്, ആ കൊച്ചിൻ്റെ പള്ളയുടുപ്പ് തൊട്ട് ഇതാ അടക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ജീവചരിത്രം എടുത്തുകൊണ്ടെന്ന് അതിനകത്ത് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കയറ്റിയ സാധനങ്ങളുണ്ട്. അപ്പം ഇവർക്ക് പലരുമായിട്ട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞ സാധനങ്ങളാണ്. ഈ പുള്ളിക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ പറയുന്ന വ്യക്തിയെ മാത്രം ഈവൻ ഈ ഒരു നിമിഷം വരെ ഞാനൊരു ഹായ് ബായ് പോലും ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഞാൻ ഇത്രയും വെറുത്തൊരു മനുഷ്യനില്ല. കാരണം നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ആങ്ങളെ പോലെ കണ്ട് ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പറയുന്ന പയ്യൻ എൻ്റെ ഒരു ആങ്ങളെ പോലാണ്. ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു ആങ്ങളെ പോലാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ഏൽപ്പിച്ചിട്ട് ഒരു പയ്യന. ഇവനാണ് നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്നെ ഈ ഒരു കണ്ണിൽ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം. ഈ ആദ്യം സപ്പോർട്ട് ചെയ്തത് ഒരു പക്ഷേ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ, ഇനിയിപ്പം ആ ഒരു ഇതിൽ നിന്ന് മാറി സഡനായിട്ട് നെഗ് അടിച്ചാൽ ഇവിടെ എല്ലാവർക്കും ഡൗട്ട് അടിക്കുമല്ലോ. ഇപ്പം ഈ ഗ്രാജുവലി ഈ പുള്ളി ചെയ്യേണ്ടതും ഇപ്പം ഈ ഗ്രാജുവലി ചെയ്യുന്നതുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യം ഈ പുള്ളിക്കുണ്ട്. ഈവൻ എൻ്റെ ലാപ്ടോപ്പ് വരെ പെൻഡ്രൈവ് കുത്തി ഇതിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ഈ പറയുന്ന പയ്യനുണ്ട്. ബിക്കോസ് ഞാൻ കൊടുത്ത വാക്കിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞ വാക്കിൻ്റെ പുറത്ത്. അപ്പോൾ പുള്ളി ആദ്യമേ കയറി നെഗറ്റീവ് അടിച്ചാൽ പുള്ളിക്ക് ഇത് പ്രശ്നമാവില്ലേ? അപ്പം ഈ ഗ്രാജുവലി ചെയ്യാം. പിന്നെ ഞാൻ കണ്ടത് വെച്ചിട്ട് ജാസ്മിനെ പോസിറ്റീവ് പറഞ്ഞാൽ തള്ളയ്ക്കും തന്തയ്ക്കും മുത്തിക്കും വലിയ ഉറപ്പാണ്. നെഗറ്റീവ് പറയുകയാണെങ്കിൽ അതുകൊണ്ടാണോ അയാൾ ടെസ്റ്റ് ആയത്? നെഗറ്റീവ് ആയപ്പോൾ ആ വ്യൂവർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതാണോ അയാളുടെ യൂട്യൂബ്? അറിയില്ല, അതെനിക്ക് അറിഞ്ഞൂടല്ലോ അക്ക. അതൊക്കെ അവരുടെ മൈൻഡ് സെറ്റ് അല്ലേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ പറയുന്ന വ്യക്തിയെ ഒരു തരത്തിലും ഞാൻ കോണ്ടാക്ട് ചെയ്യാനോ സംസാരിക്കാനോ ശ്രമിച്ചിട്ടില്ല. കാരണം എന്നെ കൊണ്ട് ഒരു പക്ഷേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം എത്ര ശ്രമിച്ചാലും എനിക്കത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഈ സൈബർ ബുള്ളിയിങ് നേരിട്ട നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് ഇനി അറിയപ്പെടാൻ പോകുന്നത് ജാസ്മിൻ കൂടെയാണ്. അപ്പോൾ സൈബർ ബുള്ളിയിങ്ങിനെ ഇത്രയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നേരിടാൻ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴും ഇല്ലെങ്കിൽ മനസ്സിലാക്കാതിരിക്കുമ്പോഴും
ഇത് വളരെ കൂളായിട്ട് നേരിടുന്നുണ്ട്. ജാസ്മിൻ്റെ പ്രായം വെച്ചിട്ട് അത് എന്നെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. 23 വയസ്സായ ഒരു ജാസ്മിന് ഇത്രയേറെ ശക്തി കിട്ടണമെങ്കിൽ ഒരുപക്ഷെ ലൈഫ് അങ്ങനെയായിരിക്കും, കയറി വന്നതിൻ്റെ ഒരു ചരിത്രമായിരിക്കും അങ്ങനെയൊക്കെ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നാണ് വിചാരിക്കണേ? അറിഞ്ഞൂടാ. ഒരു ഘട്ടം പങ്ക് ബിഗ് ബോസിനുണ്ട്. കാരണം പിടിച്ചു നിൽക്കാൻ പഠിപ്പിച്ചത് കുറെ എന്നെ, ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്തൊക്കെ ഞാൻ ആരത്തൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്, കാരണം എന്നെ ജീവിതം കുറെ പഠിപ്പിച്ച കുറെ സാധനങ്ങളുണ്ട്, അപ്പോൾ എനിക്ക് ഇവിടെ പിടിച്ചിരിക്കാം. ബിഗ് ബോസ് എന്നെ പഠിപ്പിച്ച എനിക്ക് ജീവിതം എന്നെ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ബിഗ് ബോസ് എന്നെ കുറെ പഠിപ്പിച്ചു, അകത്തും പുറത്തുമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പിന്നെ സൈബർ ബുള്ളിങ് എന്നെക്കാഴി ഏറ്റുവാങ്ങിയത് എൻ്റെ വീട്ടുകാരാണ്. എൻ്റെ ഉമ്മ, അത്ത, അവരെൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചെന്ന്. കാരണം ആ സിറ്റുവേഷനിലോട്ട് എത്തിപ്പോയി. അത് ആരടുത്ത് പറയും, നമുക്ക് ആരടുത്ത് ഇപ്പം ഇപ്പം തന്നെ മേ ബി കമൻസ് വരുന്നത് നീ ചെയ്ത കയ്യിരിപ്പിനല്ലേ അതല്ലേ ഇതല്ലേ എന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. അതിനകത്ത് പോയിട്ട് നമ്മൾ എന്താക്കുന്നു ഏതാക്കുന്നു എന്ന് ഒരറിവും ഇല്ലാതെ നമ്മൾ അവിടെ നിന്ന് അത് 100 ദിവസം താണ്ടി അവിടെ ഉള്ളവരുടെ വെറുപ്പും പുച്ഛവും പരിഹാസവും ഇതും എല്ലാം ഏറ്റുവാങ്ങി പുറത്ത് വന്ന കണ്ടസ്റ്റൻസും നമ്മളെ ഇട്ട് പിച്ചി ചീന്തി കീറി അതിൻ്റെ കൂടെ തന്നെ കുറേ സോഷ്യൽ മീഡിയ ചാനലുകളിൽ നിന്ന് ഇതിൻ്റെ ഒക്കെ ഈ ഒരു ഇത് ചെന്നെത്തുന്നത് ഞാൻ അവിടെ നേരിടുന്ന എന്താ ഈ 10-18 കണ്ടസ്റ്റൻസിനെയാണ്. എൻ്റെ വീട്ടുകാർ നേരിടുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെയാണ്. അതിലെനിക്ക് ചെറിയ അനിയൻ തൊട്ട് എൻ്റെ ഉമ്മായി എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചഭാവം സ്ത്രീയാണ് എൻ്റെ ഉമ്മായൊക്കെ. അപ്പം അവർക്കൊന്നും ഇതൊന്നും അത്രയും ഹാൻഡിൽ ചെയ്യാനുള്ള കരുത്തോ അതൊന്നുമില്ല. എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ ഉമ്മായൊക്കെ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഈവൻ എൻ്റെ അത്ത പോലും, എൻ്റെ അത്ത പല വെട്ടം ഇപ്പം ഈ പറയുന്ന വ്യക്തികൾ ഇവരൊക്കെ വിളിക്കാൻ നേരത്ത് ഇവരെൻ്റെ അത്ത ഇങ്ങനെ പ്രഷർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് ബൈറ്റുകളുണ്ടല്ലോ, ഈ റീൽസ് ആയിട്ട് ഇടുന്നത്, ഈ റീൽസ് എല്ലാം എൻ്റെ അത്താക്ക് അയച്ചു കൊടുക്കുക. ഈ പറയുന്ന അയച്ചു കൊടുക്കുന്ന ആളുടെ മോളാണ് ഞാൻ. അത് ഈ വൃത്തികെട്ട BGM കുത്തിക്കയറ്റി അതിനകത്ത് കുറേ അതും ഇതും കുത്തിക്കയറ്റിയാണ് ഈ മനുഷ്യൻ കാണുന്നത്. ശരിക്കും ഉള്ളത് ഇനിയിപ്പം എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇതിൻ്റെ ഇത്ര ഭാഗമാണ് നിങ്ങൾ കാണുന്നത്, ഇതിൻ്റെ ഇങ്ങോട്ടും സാധനമുണ്ട് ഇതിൻ്റെ ഇങ്ങോട്ടും സാധനമുണ്ട്, അത് നിങ്ങൾ കാണുന്നില്ല. അവർ പുറത്ത് വിടുന്നുമില്ല, എന്നാൽ പുറത്ത് വിടുന്ന തൊട്ട് നിങ്ങൾ പലരും കാണാൻ ശ്രമിക്കുന്നുമില്ല. അപ്പം ഈ ഒരു ഇതിൽ എൻ്റെ അത്ത ഒരുപാട് കിടന്ന് സ്ട്രഗിൾ ചെയ്തു. ഈ പറയുന്ന വ്യക്തികൾ പലരും വീഡിയോ അയച്ചു കൊടുക്കുന്നു, അത് പറയുന്നു ഇത് പറയുന്നു. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എൻ്റെ അത്ത തന്നെ പോയി ചാവട്ടെ എന്നുള്ളൊരു സാധനം വരുന്നു. അല്ലെങ്കിൽ കുറേ എൻ്റെ അത്ത പറയുന്നു, അത്ത സഹി കെട്ട് പലയിടത്തും ചീത്ത വിളിക്കുന്നു. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ പാടില്ല. എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാനാണെങ്കിൽ എനിക്ക് പറ്റില്ലല്ലോ, ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. ലാസ്റ്റ് എൻ്റെ അത്തായി ഇവർ തന്നെ പ്രഷറൈസ് ചെയ്തിട്ട് ഇവർ പറയുന്നു ചെന്നൈയിൽ പോയിട്ട് സെറ്റിൻ്റെ അവിടെ പോയി കിടന്ന് പ്രശ്നം ഉണ്ടാക്ക്. ഇവർ വിളിച്ചിട്ടാണ് അത്തരത്ത് പറയുന്നത് പ്രശ്നം ഉണ്ടാക്കാന്നുണ്ടാക്ക്. ലാസ്റ്റ് എൻ്റെ അത്ത അവിടെ വന്ന് മണ്ണെണ്ണ ഒഴിക്കാൻ തീ കത്തിക്കുക, ഇങ്ങനെയൊക്കെ ഇവരുടെ മൈൻഡ് പോയി. അപ്പം അത്രയും സൈബർ കാരണം എന്ത് കേൾക്കുന്നുണ്ടോ മോളെ വിറ്റ് കാശുണ്ടാക്കുന്നത്. എന്താണ് ഈ വിറ്റ് കാശുണ്ടാക്കുന്നത്? എന്താണ് ഇത്രയും വൾഗറായിട്ട് കണ്ടത്? ഇത്രയും വൃത്തിയേട് എന്താണ് ഈ കണ്ടത്? എനിക്കറിയാൻ പാടില്ല ബ്രോ, എനിക്കിപ്പോഴും അറിയില്ല എന്താണെന്നുള്ളത്. അപ്പം ഈ ഒരു ഇതൊക്കെ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഈവൻ എൻ്റെ കൊച്ചു ചെറുക്കൻ ഉൾപ്പെടെ എൻ്റെ കുഞ്ഞ് അനിയൻ അയച്ചു കൊടുക്കും ഈ വീഡിയോസ് ഇരുന്ന്, ഈ പറയുന്ന ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഈ പയ്യനിരുന്ന് ഈ കൊച്ചു ചെറുക്കൻ അയച്ചു കൊടുക്കും. ഈ കുറേ BGM കുത്തിക്കയറ്റി അതും കുത്തിക്കയറ്റി അത് കണ്ടു നോക്കണം ഇത് കണ്ടു നോക്കണം എന്ന് പറഞ്ഞ് സൈക്കോ ആണോ എന്തോ എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഇവരുടെ കണ്ടീഷനും ഇത് തിരിച്ചിറങ്ങി ഞാൻ അവിടെ നിന്ന് കുറേ അനുഭവിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് വന്നിറങ്ങിക്കഴിഞ്ഞ് ഞാനും ഇത് കാണുമ്പോൾ എന്നെ സൈബർ ബുള്ള് ചെയ്തതിനേക്കാൾ എന്നെ എഫക്റ്റ് ചെയ്തത് എൻ്റെ വീട്ടുകാരെ ഇതെന്തോരം എഫക്റ്റ് ചെയ്തെന്നുള്ളതാണ്. പലരും പറഞ്ഞു കേട്ടു ഇവള് വീട്ടുകാരെ പറ്റി ചിന്തിച്ചിട്ടുള്ളല്ലോ ഇല്ല അതിൻ്റെ അകത്തുനിന്ന്. കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല, നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ എനിക്കിവരോട് തിരിച്ചിപ്പോൾ പലതും വരുമ്പോൾ അത്ത എൻ്റെ അടുത്ത് അങ്ങനെ ഇതാ മറ്റേതാ മറിച്ചതാ മാടാ എന്ന് പറയുന്നത് അവരുടെ സാഹചര്യമാണ്. എനിക്കിവരെ എതിർക്കാനും പറ്റുന്നില്ല, കാരണം ഇവരും അത്രയും അനുഭവിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഒരു പങ്ക് വരെ ഇപ്പം ഈ ഇൻ്റർവ്യൂ ഉൾപ്പെടെ കൊടുത്തതിൻ്റെ കാരണക്കാരി ഞാനാണ് ഈ പറയുന്ന ഇവന്മാരെ വിശ്വസിച്ചത്. അപ്പം സൈബർ ബുള്ളിങ് ഈ പ്രായത്തിൽ പിന്നെ ശീലിച്ചു എല്ലാം. ഞാൻ എന്താ പറയുക ഒരുപാട് ഞാൻ പഠിച്ചു ലൈഫിൽ, ഒരുപാട് പഠിച്ചു. ഇപ്പോൾ അത്ത പറയുന്ന കേട്ടു പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ള നിങ്ങൾ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് എന്നുള്ളത് വരെ ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ സൊസൈറ്റി റെസ്ട്രിക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ജാസ്മിൻ്റെ വാപ്പയാണെന്നുള്ള അർത്ഥത്തിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ മനസ്സിലാക്കുമ്പോൾ നമുക്കത് അതിൻ്റെ ഒരു പെടച്ചിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ മനുഷ്യർ എന്തിനാണ് ഇത്രയും അനുഭവിക്കുന്നതെന്ന് ചോദിക്കാൻ തോന്നിയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയി. പക്ഷേ എന്നിട്ടും പിടിച്ചു എന്നുള്ളത് ഭയങ്കര അവർക്കൊരു സല്യൂട്ട് കൊടുക്കേണ്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു മകളെന്ന രീതിയിൽ അഭിമാനം ഉണ്ടാക്കുന്നതൊക്കെ അപമാനം ഉണ്ടാക്കുന്നതാണല്ലോ നമുക്ക് വിഷമം വരുന്നത്.
അവരെ അത്രയും സ്ട്രഗിൾ ചെയ്യിപ്പിച്ചത് അറിഞ്ഞോ അറിയാതോ ഞാനാണ്. ഞാൻ ആ ഷോയ്ക്ക് പോയത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് ഞാൻ എന്നെ അത്രയും മോശമായിട്ട് ചെയ്തത്? നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറഞ്ഞോളി. ഇപ്പം ജാസ്മിൻ്റെ ഇന്ന സാധനമാണ് അവിടെ അത്രയും മോശമായിട്ട് ഞങ്ങൾ കണ്ടതെന്ന് പറയാൻ എന്തെങ്കിലും അത്രയും കണ്ടിട്ടുണ്ടോ? അറിയില്ല. ഈ പറയുന്ന കയ്യെ പിടിക്കുന്നതോ ഈവൻ റീ എൻട്രിക്ക് ഈ ഗബ്രി കൈ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ എന്തോ ടെൻഷനിൽ ഇങ്ങനെ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്. ഇപ്പം അവൻ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി, ഇങ്ങനെ ചൊറണ്ടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. ടെൻഷൻ കൂടുമ്പോഴേ ഇവൻ ഈ സാധനം ചെയ്യുന്നത്. എനിക്കും ടെൻഷൻ കൂടുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഇവൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ പോട്ടെ ഇതിനകത്തൊരു BGM ഇറക്കും. എന്നിട്ട് കണ്ടോ അവൻ്റെ ഇമാതിരിയുള്ള ലസ്റ്റിന് കൂട്ട് നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതാണ് ചെയ്യുന്നത്. ഇപ്പം ഈ കമൻസ് ഇടുന്നവർക്കാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും നമ്മുടെ വിഷമം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു സങ്കടത്തിലായിരിക്കും. അതിന് ലെസ്റ്റാക്കി മാറ്റും. നമ്മുടെ ബിഗ് ബോസിനുള്ളിൽ ഓരോരുത്തരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓരോരുത്തരും പറയുന്നത്, ഋഷി ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഋഷിയായിട്ടൊക്കെ ആദ്യം നല്ല ടൈംസിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, ഉടക്കി കഴിയുമ്പോൾ അവരുൾപ്പെടെ പറഞ്ഞത് ജാസ്മിൻ്റെ സാരി തുമ്പിൽ നടക്കുന്ന ഗബ്രി. ഇതാണ് ചിത്രീകരണം വന്നത്. ഇത് അകത്തുനിന്ന് വന്ന ചിത്രീകരണമാണ്. അപ്പോൾ ജിൻഡോയെ പലതരത്തിൽ നിങ്ങൾ നേരിടുമ്പോഴും ഇത്തരത്തിൽ ആണ് അവർ ആദ്യത്തെ കമൻറ്റുകൾ വരുന്നത് അതിനുള്ളിൽ നിന്നാണ്. ഈ കമൻറ്റിനെ ഏറ്റുപിടിച്ചിട്ടാണ് പുറത്ത് സമൂഹത്തിൽ ഇങ്ങനൊരു വാർത്തയിലേക്ക് വരുന്നത്. ഈ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ തന്നെ ഇവരൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് നിന്ന് ഇത്തരം പറയാൻ കാരണം എന്താണ്? ഓരോരുത്തരും എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ജാസ്മിൻ ഇപ്പോൾ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ അറിവിൽ അല്ലെങ്കിൽ ബാക്കിയോട് ചിന്തിക്കുന്ന അറിയില്ല, ഞാനവിടെ തിരിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ്. ഞാനവിടെ തിരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രശ്നം എനിക്ക് വന്നത്. തിരിച്ച് നമ്മൾ സംസാരിക്കാതിരുന്നില്ലേ കുഴപ്പമില്ല. അവിടെ പലരും സംസാരിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത് കഴിയുമ്പോൾ മിണ്ടാതിരിക്കുന്നവരുണ്ട്, കുറേ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇഗ്നോർ ചെയ്യുന്നവരുണ്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇഗ്നോർ എന്ന് പറയുന്ന സാധനം പലയിടത്തും വരാറില്ല. എൻ്റെ അടുത്ത് ഒരു പരിധി വിട്ട് ഇതാക്കുമ്പോഴത്തേക്ക് എൻ്റെ വായിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വായിരിക്കുന്ന കൊതയ്ക്ക് പറ്റ അങ്ങനെ പറഞ്ഞതും ഉണ്ട് കേട്ടോ, ഇതൊന്നും അല്ല. പക്ഷേ എനിക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് കണ്ണിന് പിടിക്കാത്തൊരു കാര്യം വരുമ്പോൾ ഞാൻ അതിന് പ്രതികരിക്കും. അതൊരു വലിയ റീസൺ ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഈ പറയുന്ന ഗബ്രിക്ക് നല്ലോണം, ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഗബ്രി ടോപ്പ് 5 വരാൻ യോഗ്യതയുള്ളൊരു പയ്യനായിരുന്നു. നിങ്ങൾ അവൻ്റെ ടാസ്കുകൾ, ജാസ്മിൻ എന്നുള്ള ഘടകം നിങ്ങൾ അവിടുന്ന് മാറ്റി നോക്ക്, ഗബ്രി എന്താണെന്ന് കാണാൻ പറ്റും. അത് നമ്മൾ കാണുന്ന ആ ഒരു സാധനത്തിനകത്ത് നമ്മൾ ഈ ജാസ്മിൻ ഗബ്രി എന്നുള്ളൊരു ഈ ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത്. ഗബ്രി അവിടുത്തെ ടാസ്കുകളാണെങ്കിലും ഒരു എന്താണെങ്കിലും ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യത്തിലാണെങ്കിലും അത്രയും പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അത്രയും പറയുന്നൊരു പയ്യനാണ് അവൻ. പിന്നെ അവിടെ എന്തൊരു പ്രശ്നമാണെങ്കിലും ഗബ്രി പോയതിന് ശേഷവും, നേരത്തെ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ഗബ്രിയും ജാസ്മിനെയും പൊട്ടിക്കാനായിരുന്നു ഇവർ ശ്രമിച്ചത്, അതിന് ഒപ്പോസ് ചെയ്താണ് ആൾക്കാരിൽ നിന്ന്. ഗബ്രി പോയതിന് ശേഷവും അപ്പോഴും അവർക്ക് പറയാനുള്ളത് ഗബ്രി ജാസ്മിനാണ് അല്ലേ? അതല്ലാതെ ഇവർക്ക് വേറൊരു ടോപ്പിക് ഇല്ല. എന്തൊരു സാധനം വന്നാലും ലാസ്റ്റ് ആയുധം ഗബ്രിയാണ്. ഗബ്രി ഉള്ളപ്പോഴും ഗബ്രി ഇല്ലാത്തപ്പോഴും. ജാസ്മിൻ ഒരു കണ്ടന്റ് മേക്കർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ള രണ്ടുപേരെ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ജിൻഡോയും ഒന്ന് ജാസ്മിനും ആയിരുന്നു. പക്ഷേ ജിൻഡോ കൊടുത്ത കണ്ടന്റുകൾക്കൊക്കെ ഒരു ചിന്തിക്കുന്നവർക്കൊക്കെ ആ കണ്ടന്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തമ്മിലുള്ള കോംബോയിൽ 2 അടികളെന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ വോയേഴ്സ് അവിടെ വെച്ചിട്ട് കുളിക്കാൻ പോയി എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അതിൻ്റെ കോൺട്രാസ്റ്റിൽ പുള്ളിയുടെ ഇന്നർ വോയേഴ്സും പുള്ളി മറന്നു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിൽ അടുക്കളയിൽ ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ കണ്ടെത്തുന്ന ഇന്നർ വോയേഴ്സ് പുള്ളിയുടെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഇന്നർ വോയേഴ്സിൻ്റെ കേസ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിട്ടാണോ ഫീൽ ചെയ്തത്, അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാൻ പറയുന്നത് പുള്ളിയുടെ ബിഗ് ബോസ് എന്നതിനകത്ത് പുള്ളി കളിച്ച ഗെയിമാണ് കേട്ടോ. അതിനകത്ത് പുള്ളി ഈ പറയുന്ന ഈ ഇന്നർവെയർ എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ ഡ്രസ്സിന് അകത്ത് വെച്ചിരുന്ന സാധനമാണ്. ഇത് പുള്ളി എടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പുള്ളി എടുക്കുന്ന ഇൻ ദ സെൻസ് പുള്ളി അത് തുറന്നിട്ടാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രസ്സിൻ്റെ താഴെ ഇരിക്കുന്ന സാധനമാണ് ആ സാധനം. അതിനെയാണ് പുള്ളി അവിടെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ്. പുള്ളി മനഃപൂർവ്വം അവിടെ ഇന്നത് പറയണം എന്ന് പുള്ളി തന്നെ പറയാറുണ്ട്. ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് ആർക്കിട്ട് പണി കൊടുക്കണം, എന്ത് പറഞ്ഞ് പണി കൊടുക്കണം എന്ന് പുള്ളി ആലോചിച്ചാണ് കിടക്കാറുള്ളത്. പുള്ളി അത് ആ സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ പുള്ളി അതിന് മുമ്പ് വരെ പലതും പറഞ്ഞത് ഞാൻ കേട്ടും മിണ്ടാതിരിക്കുക, പോട്ടെന്ന് പറഞ്ഞ് ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ പുള്ളി ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിക്ക് ഇങ്ങനെ മിച്ചറങ്ങാണ്ട കോരി കൊടുക്കുന്നു കേട്ടാ. അപ്പോൾ ഈ റസ്മിൻ ഉൾപ്പെടെ ഗബ്രി ഉൾപ്പെടെ എടുത്തുന്നുണ്ട്, നിനക്ക് എത്ര കിട്ടിയാലും ഞാൻ പഠിക്കില്ല. കാരണം ഞാൻ പുള്ളി അങ്ങനെ കാണുന്നുള്ളൂ. എനിക്കറിയാം പുള്ളി കണ്ടന്റ് മേക്ക് ചെയ്യുന്ന ഒരാളാണ്, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ. അവിടുത്തെ തെറ്റുമല്ല. ഇപ്പൊ കണ്ടന്റ് മേക്ക് ചെയ്യുന്നത് അകത്ത് നിൽക്കുന്ന നമുക്കേ മനസ്സിലാവും ഇവർ മനഃപൂർവ്വം കണ്ടന്റ് മേക്ക് ചെയ്യുന്നത്. പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് നോർമൽ കണ്ടന്റാണ്. കണ്ടന്റ് എത്രത്തോളമാണ് ഇവർ മേക്ക് ചെയ്യുന്നത്, ഇവരുടെ ഉള്ളിൽ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് അകത്ത് നിൽക്കുന്ന പലർക്കും മനസ്സിലാവും.
പിന്നെ നമുക്ക് മനസ്സിലാവാത്ത കാര്യം വേണമെങ്കിൽ നമുക്ക് നുണയും പറയാം, അത് വേറൊരു സൈഡാണ് കേട്ടോ. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ ചെയ്തിട്ട് അന്ന് അത് വലിയ ഇഷ്യൂ ആയിട്ട് പുള്ളിയുടെ ഇന്നർവെയർ അവിടെ ഇരുന്നപ്പോൾ എത്ര ഇഷ്യൂ ആയി. ഇപ്പം ഞാൻ എൻ്റെ ഒരു വൃത്തി എന്നുള്ളൊരു സാധനം ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാണ് പുള്ളി അവിടെ ഫാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ നോർമലി മനുഷ്യന്മാരെല്ലാം ഫാർട്ട് ചെയ്യും, അത് വലിയ കുറ്റോ തെറ്റോ ഒന്നും അല്ല, നമ്മുടെ ബോഡിയിലുള്ളൊരു സാധനമാണ്. പക്ഷെ നോറ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പുള്ളി ഇങ്ങനെ ഫാർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, അത് എത്ര വൃത്തി എന്നുള്ള രീതി ചർച്ച ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എത്ര കൾച്ചർ എന്നുള്ള രീതി ചർച്ച ചെയ്യപ്പെട്ടു. പുള്ളി ബാത്റൂമിൽ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ കയറാൻ നിന്നിട്ട് പുള്ളി കുടിക്കുന്ന കുപ്പിയായിട്ടാണ് കയറാറ്, എപ്പോഴും പുള്ളി അങ്ങനെയാണ് കയറാറ്. എത്ര ചർച്ച ചെയ്യപ്പെട്ടു. ആ കുപ്പിയായിട്ട് പുള്ളി ഡൈനിങ് റൂമിൽ വന്നിരിക്കാറുണ്ട്, പുള്ളി കിച്ചണിൽ കൊണ്ടുവെക്കാറുണ്ട്, അവിടെ കൊണ്ടുവെക്കാറുണ്ട്. ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അത് ചർച്ച ചെയ്യപ്പെടില്ല, അത് ചർച്ച ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് സത്യം. ഒരു വട്ടം കണ്ടസ്റ്റന്റിന്റെ പേരെടുത്ത് തന്നെ പറയണം, ഒരു വട്ടം ഋഷി ഇങ്ങനെ ചപ്പാത്തിയിൽ ഇങ്ങനെ തുമ്മുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന സിജോയും ഞാനും ഈ പറയുന്ന ഗബ്രി എന്നല്ലാതെ വേറൊരു ടോപ്പിക് പറയാൻ പറയുമ്പോൾ ഇവ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ജാസ്മിൻ മൂക്ക് ചീറ്റുമ്പം ശബ്ദം കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന സാധനങ്ങളുണ്ട്. ഈ പറയുന്ന ഇവൻ തന്നെ ഒരു എന്തോ മൂക്കോ എന്തോ തുടച്ചിട്ടൊരു ടിഷ്യൂ വെച്ച് പാത്രം തുടങ്ങിയ സാധനമൊക്കെ ഞാൻ റീലായിട്ട് കണ്ടാണ് കേട്ടോ. ഇതൊക്കെ എത്ര ചർച്ച ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇതൊക്കെ എത്ര കത്തി? ഇതൊന്നും കത്തില്ല. കാരണം അതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ ഈ കുറേ കാര്യങ്ങൾ ഭരിക്കുന്നത്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ റിയാക്ട് ചെയ്യപ്പെടുന്നത്, സംസാരിക്കുന്നത്, വോയിസ് ഉയരുന്നത് ആണുങ്ങൾ എന്നുള്ള സെൻസിൽ അത് വേറെയും പെണ്ണുങ്ങൾ എന്ന സെൻസിൽ അത് വേറെയുമാണ്. പലയിടത്തും ഞാൻ കുറേ കേട്ടാണ് ജാസ്മിൻ അഹങ്കാരിയാണ്. എന്താണ് ജാസ്മിൻ അഹങ്കാരി? തിരിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ? ഇതൊരു ആണായിരുന്നു ചെയ്തെങ്കിലോ മാസ് BGM കേൾക്കണോ, അടിപൊളി എന്തോ അതിറക്കിയും അവൻ മാസായിരുന്നു ഇവൻ മാസായിരുന്നു. ഗബ്രി എന്നുള്ള കണ്ടന്റ് മാറ്റി നിർത്തി ജാസ്മിൻ എന്നുള്ള വ്യക്തി അവിടെ കളിച്ചത് വെച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ സംസാരിച്ച രീതി വെച്ചിട്ട്, റിയാക്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരാണായിരുന്നെങ്കിൽ എത്രത്തോളം കയ്യടി കിട്ടിയെന്ന് നിങ്ങൾ പറയും? തീർച്ചയായിട്ടും കൈയടി കിട്ടുമായിരുന്നു, മാസായേനെ. ഒരു കാര്യം കൂടെ ഉള്ളത്, ജീവിതത്തിൽ ഒരുപാട് കഷ്ടത്തിലൂടെ പോയിട്ടുണ്ട്. എനിക്കൊരു ജോഷ് ടോക്കിലും മറ്റോ സംസാരിക്കുന്നതിൽ ഞാൻ കണ്ടത് ഉണക്കമീൻ തന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ പീസസ് എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. സ്കൂളിലും കൊണ്ടുപോകുന്ന സമയത്ത് ടിഫിൻ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റാത്ത, സ്കൂൾ കാലഘട്ടത്തിൽ, കോളേജിലല്ല, സ്കൂൾ കാലഘട്ടത്തിൽ ടിഫിൻ മറ്റുള്ളവരെ കാണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വെച്ച് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവർ അകറ്റി നിർത്തുകയോ എണീറ്റ് പോവുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ദാരിദ്ര്യത്തിൽ നിന്ന് ഇപ്പോൾ ജാസ്മിനാണ് കുടുംബം നോക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനാണ് നോക്കുന്നത്. അത് അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കടങ്ങളുള്ള സമയമായിരുന്നു. പിന്നീട് നമ്മൾ റിപ്പീറ്റ് പറയണത് കുറേ പ്രശ്നങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇപ്പം ഈ കാണുന്ന ജാസ്മിൻ ജാഫർ പെയ്യെ ബിൽഡ് ചെയ്തുണ്ടാക്കിയതാണ്. അന്നും എതിർത്തവരുണ്ട്, അന്നും പുച്ഛിച്ചവരുണ്ട്, പലരും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സമൂഹം തന്നെ പറയാം. ഇപ്പം എൻ്റെ വീട് ചുറ്റൊഴിച്ചുള്ള ബാക്കിയുള്ള പരിസരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹം ആയിക്കോട്ടെ, അന്നും എതിർത്ത് നിന്നവരുണ്ട്. അന്ന് ആ എതിർത്ത് നിന്ന സമയത്ത് ഞാൻ അയ്യോ എന്നെ ഇവർ എതിർക്കുന്നു, ഇവൻ എൻ്റെ വീട്ടുകാർ പോലും ആദ്യമൊന്നും എന്നെ സപ്പോർട്ടേ ചെയ്തിട്ടില്ല. അത്തായാലും ഉമ്മ കുഴപ്പമില്ല, പക്ഷെ അത്തായാലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഇന്ന് ഈ നിലയിലോട്ട് ഇപ്പം ഞാൻ നിൽക്കുമ്പോഴും ഒരുപാട് പേര് എന്നെ നെഗറ്റീവ് പറയുന്നില്ലേ. ഈ നെഗറ്റീവ് പറയുന്നിടത്ത് ഞാൻ നിന്നോ അവിടെ നിൽക്കത്തേ ഉള്ളൂ, ഓറും എങ്ങും എത്തത്തില്ല, അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ വ്ളോഗാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട വരുമാനം. ഇനിയിപ്പോൾ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി ആയിരുന്നതുകൊണ്ട് കുറേ കൊളാബറേഷൻസും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ ഒരു യൂട്യൂബർക്ക്, അതും ഒരു ബ്യൂട്ടി വ്ളോഗർ ആയിരുന്നു നിങ്ങൾ, ആ സ്പേസിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന ഇപ്പോൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള, ബിഗ് ബോസ് എക്സ്പോസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒരു നെഗറ്റീവ് സെൻസിലേക്ക് നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? വ്ളോഗിങ്ങിനെ എങ്ങനെയാണ് ബാധിക്കുക? വ്ളോഗിങ്ങിനെ ബാധിക്കില്ല. കാരണം ഞാൻ യൂട്യൂബർ എന്നുള്ള രീതിയിൽ ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. മീൻസ് ഇപ്പം എനിക്കറിയാവുന്ന ഹാക്കുകൾ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ട്രിക്കുകൾ, അല്ലെങ്കിൽ ഒരുങ്ങുന്ന ഒരു രീതി, ഇത് പിന്നെ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈല് കാര്യങ്ങൾ, അതിനകത്ത് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് യൂട്യൂബ് വഴി ആൾക്കാർ കാണുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ നല്ല മൊമെൻറ്റ്സ്, എൻ്റെ അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. ബിഗ് ബോസിൽ ഒരിക്കലും അതല്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 24 മണിക്കൂർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളൊരിക്കലും എഡിറ്റ് ചെയ്യാത്ത, നമുക്കൊരു സ്ക്രിപ്റ്റും ഇല്ലാത്തൊരു സാധനമാണ്. ഈ പറയുന്ന ഇതിനകത്താണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമുക്ക് സ്ക്രിപ്റ്റ് എന്നല്ല, പക്ഷെ നമുക്ക് എന്ത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് എഡിറ്റ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും. നമുക്ക് കാണിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നതേ നമ്മൾ കാണിക്കുന്നുള്ളൂ. പക്ഷേ ബിഗ് ബോസിൽ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ എല്ലാ രീതിയിലുള്ള ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ കണ്ടു. അതാണ് ഞാൻ. പിന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് ആൾക്കാർക്ക് അത് എനിക്ക് പ്രശ്നമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്ന് വരില്ല. പിന്നെ എല്ലാവരെയും പോലെ ഞാനൊരു മനുഷ്യജന്മമാണ്. എനിക്ക് എല്ലാം നല്ലത് മാത്രമില്ല, എനിക്ക് ചീത്തകളുണ്ട്. പോസിറ്റീവ് മാത്രമുള്ള എനിക്കറിയില്ല കേട്ടോ. എല്ലാ മനുഷ്യർക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിപ്പം ജാസ്മിൻ്റെ പല കാര്യങ്ങളും അത് നെഗറ്റീവ് അല്ലേന്ന് നോക്കുമ്പോൾ ആണ്.
കാരണം പോസിറ്റീവ് മാത്രമല്ലല്ലോ ജാസ്മിൻ, നെഗറ്റീവും കൂടെ ചേരുന്നതാണല്ലോ ഒരു മനുഷ്യൻ. ഞാൻ ചോദിക്കുന്നത് ഈ വൃത്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പിക്ചറൈസേഷൻ ഉണ്ട്, അത് നമ്മൾ വൃത്തിയായിട്ട് ഒരുങ്ങി നടക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു വ്ളോഗർ, ആ വ്ളോഗറെ നെഗറ്റീവായി ബാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, എങ്ങനെ ബാധിക്കണം? ഞാനിപ്പോൾ ഒരുങ്ങി നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് പ്രൊഡക്റ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് ഇന്ന കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്ത് ഈവൻ ഞാൻ എൻ്റെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് വരെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ അലർജി കാര്യങ്ങൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നും കുളിക്കാൻ പറ്റുന്ന ഒരാളല്ല, എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, ഞാൻ തുമ്മി മരിക്കുന്ന വീഡിയോസ് ഉണ്ട്. അതൊക്കെ അതിനകത്തും കിടപ്പുള്ള സാധനങ്ങളാണ്. അത് ഇന്നായിട്ട് ആൾക്കാർ അറിയുന്ന സാധനമല്ല, പണ്ട് തൊട്ടേ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭയമൊന്നും എനിക്കില്ല. പിന്നെ കമന്റ്സുകൾ ഇടുന്നവർ കാണും കേട്ടോ, അത് നോക്കി നമ്മൾ ജീവിക്കാൻ പറ്റില്ല. അർജുനെയും ശ്രീധുവിനെ ജാസ്മിൻ എങ്ങനെയാണ് നോക്കിക്കുന്നത്? അർജുൻ ശ്രീധു അവർ തമ്മിലുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്.